മഹത്വപൂർണമായ ഒരു വാർഷികം, അതും ബഹുമാനപ്പെട്ട ഷാഫി നഈമി ജമലുല്ലൈലി തങ്ങൾ ഉപ്പാപ്പയുടെ നേതൃത്വത്തിൽ ഓരോ മാസവും മുടങ്ങാതെ നടന്നു വരാറുണ്ട്. അതുപോലെ തന്നെ മർഷദിന്റെ കീഴിൽ അതിപ്രധാനമായി നടത്തി വരാറുള്ള ശരീഅത്ത് കോളേജ് അൽഹംദുലില്ലാഹ് വളരെ റാഹത്തായ നിലയ്ക്ക് ഇന്നുവരെ കഴിഞ്ഞു വന്നിട്ടുണ്ട്. ഇന്ന് ധാരാളം ശരീഅത്ത് കോളേജുകളിലേക്ക് പോകാതെ തന്നെ അതിന്റെ ഡിഗ്രിയും അതിന്റെ സനദും മേടിക്കാൻ ഒരു 100-200 രൂപയുടെ റീചാർജ് കൊണ്ട് ഓൺലൈനിലെല്ലാം ലഭിക്കുന്നുണ്ട്. പക്ഷേ മർഷദിന്റെ ശരീഅത്ത് കോളേജ് അതിലെല്ലാം വ്യത്യസ്തമായ, അതിലെല്ലാം വിഭിന്നമായ അൽഹംദുലില്ലാഹ് ഇന്നലെ ശരീഅത്ത് കോളേജിന്റെ 17 കുട്ടികൾക്ക് പ്രത്യേകമാകപ്പെട്ട സയ്യിദ് തങ്ങളുപ്പാപ്പയുടെ നസീഹത്ത് നടക്കുകയുണ്ടായി. അവിടെ തങ്ങളുപ്പാപ്പ ചോദിച്ചതിന് സന്തോഷമുണ്ടായിട്ടുണ്ട്. ഒരുപാട് തഹജ്ജുദ് ഖളാ ആകാതെ മുടങ്ങാതെ നിസ്കരിക്കുന്ന അൽ മർഷദിയ ബിരുദം വാങ്ങിയ നമ്മുടെ പെൺകുട്ടികൾ നമ്മുടെ സ്ഥാപനത്തിൽ പഠിക്കാറുണ്ട്. സുബ്ഹി മാത്രമല്ലാതെ ഏത് നിസ്കാരങ്ങളും ഖളാ ഇല്ലാതെ നിസ്കരിക്കാൻ മാത്രം പ്രാപ്തരായ പെൺകുട്ടികൾ വളർന്നു വന്നിട്ടുണ്ട്. മർഷദ് തിരിച്ചു കൊടുക്കാനുള്ളത് അത് മാത്രമാണ്. ഓ സഹോദരിമാരെ, ഉമ്മമാരെ, നിങ്ങളുടെ പെൺകുട്ടികളെ മർഷദിലേക്ക് ചേർത്തത് കൊണ്ട് ഒരു ഡോക്ടറായ പെൺകുട്ടികളെ തിരിച്ചു തരാൻ ഞങ്ങൾക്ക് സാധ്യമല്ല. അതിന്റെ വാഗ്ദാനം കൊണ്ട് ഞങ്ങൾ ഒരിക്കലും സ്വീകരിച്ചിട്ടില്ല. ഒരു എഞ്ചിനീയറായ പെൺകുട്ടിയെ തിരിച്ചു തരാൻ ഞങ്ങളെ കൊണ്ട് സാധ്യമല്ല. അതിലേക്ക് ഇനിയും എത്തിയിട്ടില്ല. ഒരു വലിയ വിപ്ലവകാരിയായ പൊടിപൊടിക്കുന്ന പെൺകുട്ടിയായ നിങ്ങൾക്ക് തരാൻ ഞങ്ങൾക്ക് സാധ്യമായിട്ടില്ല. പക്ഷേ ഒരു കാര്യം സത്യമാണ്, ബഹുമാനപ്പെട്ട തങ്ങളുപ്പാപ്പയുടെ നേതൃത്വത്തില് അവിടുത്തെ നസീഹത്തുകളെ കൊണ്ടും അവിടുത്തെ ക്ലാസ്സുകളെ കൊണ്ടും സയ്യിദുൽ ഉസ്താദിന്റെ ക്ലാസ്സുകളെ കൊണ്ടും ധന്യമായ 3 വർഷത്തിന്റെ ഉടനീളമായ ഇൽമിന്റെ ആ മഹായാത്ര 3 വർഷം കഴിഞ്ഞിട്ട് കോട്ട് ധരിച്ച് ആ ഗ്രാജുവേഷൻ തൊപ്പിയും ധരിച്ച് സർട്ടിഫിക്കറ്റ് ഡിവിമാരെ കൈകളെ കൊണ്ട് ആ പെൺകുട്ടികളിലേക്ക് കൊടുക്കുമ്പോ മർഷദിലേക്ക് സത്യമിട്ട് ഒരു കാര്യം പറയാനുണ്ട്. ആ പെൺകുട്ടികളെ സ്വാലിഹത്തായി അവരുടെ ഉമ്മ ബാപ്പക്ക് ഞങ്ങൾ ഏൽപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അവരുടെ കുടുംബത്തിലേക്ക് സ്വാലിഹത്തായ ഒരു പെൺകുട്ടിയെ ഏൽപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഒരു ഡോക്ടറിനെ ഏൽപ്പിക്കുന്നതിനേക്കാളും ഒരു എഞ്ചിനീയറിനെ ഏൽപ്പിക്കുന്നതിനേക്കാളും ഒരു IAS-നെയോ IPS-കാരിയായ ഒരു പെൺകുട്ടിയെ ഏൽപ്പിക്കുന്നതിനേക്കാളും ശരീഅത്ത് കൃത്യമായി പഠിച്ച് മനസ്സിലാക്കിയ ധാരാളമല്ലെങ്കിലും 3 വർഷത്തിൽ എത്രമാത്രം പഠിക്കാൻ സാധിച്ചിട്ടുണ്ട് അത്ര ഇൽമ അവരുടെ ഹൃദയത്തിലേക്ക് ഇട്ടുകൊടുത്ത് അതനുസരിച്ച് ദീന് നടത്താൻ നല്ല ബാപ്പയുടെ നല്ല മകളാകാൻ, ഉമ്മയുടെ നല്ല മകളാകാൻ, ആങ്ങളുടെ നല്ല പെങ്ങന്മാരാകാൻ, ഭർത്താവിന്റെ നല്ല ഭാര്യയാകാൻ, നാളത്തെ ദിവസങ്ങളിൽ ജനിച്ചു വരുന്ന മക്കൾക്ക് നല്ല ഒരു ഉമ്മയാകാൻ മർഷദിലേക്ക് സാധിച്ചിട്ടുണ്ട്. ആ പെൺകുട്ടികൾക്ക് കൊടുക്കാൻ മർഷദിലേക്ക് സാധിച്ചിട്ടുണ്ട്. ഇനിയും അഡ്മിഷനായി വരുന്ന പെൺകുട്ടികൾക്കും അതേ പറയാനുള്ളൂ. കൂടുതൽ ഗ്രാജുവേഷൻ ഇവിടെ കൊടുക്കാൻ സാധിച്ചിട്ടില്ലെങ്കിലും ജമലുല്ലൈലി തറവാട്ടിലെ അഗ്രഗണ്യ സയ്യിദിന്റെ നേതൃത്വത്തിൽ അവിടുത്തെ നസീഹത്തിൽ അവിടുത്തെ ഉപദേശത്തില് നിഷ്കളങ്കമാർന്ന ഉപദേശം കൊണ്ട് ആ പെൺകുട്ടികളെ വെറും ഒരു പെണ്ണ് എന്ന് വിളിക്കാതെ നല്ലൊരു പെണ്ണ് എന്ന് വിളിക്കപ്പെടാൻ ആ കുടുംബത്തിലേക്ക് അഭിമാനം നുകർന്നു കൊടുക്കാൻ അൽ മർഷദിയ എന്ന ബിരുദം കൂട്ടിച്ചേർത്ത് കൊടുത്തതാണ്. ഒരു സ്വാലിഹത്തായ മോള് വേണോ, ഒരു സ്വാലിഹത്തായ ഭാര്യ വേണോ, ഒരു സ്വാലിഹത്തായ പെങ്ങള് വേണോ, അൽ മർഷദിയ എന്ന് കൂട്ടിച്ചേർത്ത് വിളിക്കപ്പെടാവുന്ന പെൺകുട്ടികളെ നമ്മുടെ ഈ ജില്ലയിലേക്ക് ധാരാളം സമർപ്പിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. അല്ലാഹു തആല ഇനിയും കനിഞ്ഞു തരുമാറാവട്ടെ എന്നുള്ള ദുആ മാത്രം ഇവിടെ അർപ്പിച്ചുകൊണ്ട് കൂടുതലൊന്നും സംസാരിക്കാതെ തന്നെ പറയാനുള്ളത് ഒന്ന് മാത്രമാണ്. സഹോദരങ്ങളെ, അൽഹംദുലില്ലാഹ് ഒരു വാർഷിക പരിപാടി നടത്തുമ്പോൾ അതിലേക്ക് സഹകരിച്ച മനസ്സറിഞ്ഞ് സഹായിച്ച ഒരുപാട് മുഅ്മിനാത്തുകളുണ്ട്. ഒരു പ്രത്യേകമായ പിരിവിന് തന്നെ ഇറങ്ങാതെ തന്നെ തങ്ങളുപ്പാപ്പയുടെ നേതൃത്വത്തിൽ ഒരു പിരിവിനെ ഇറങ്ങാൻ കഴിയാതെ ഒന്നുമല്ല. പിരിവിന് തങ്ങൾ ഇറങ്ങിയാൽ ധാരാളം ലക്ഷങ്ങൾ ഇവിടെ വാരിക്കൂട്ടാൻ കഴിയും. പക്ഷേ തങ്ങളുപ്പാപ്പ പറഞ്ഞത് ഏതെങ്കിലും ഒരു മുഅ്മിനായ മനുഷ്യൻ, ഏതെങ്കിലും ഒരു നല്ല ഒരു മനുഷ്യൻ മനസ്സറിഞ്ഞുകൊണ്ട് മർഷദിലേക്ക് തന്നാൽ ആ പൈസ കൊണ്ട് നമുക്ക് ബറക്കത്തുണ്ടാകുമെന്നുള്ള തങ്ങളുപ്പാപ്പയുടെ നിയത്ത് കൊണ്ട് തന്നെ അൽഹംദുലില്ലാഹ് എല്ലാം റാഹത്തായി കഴിഞ്ഞു പോകുന്നുണ്ട്. അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാവട്ടെ. കൂടുതലൊന്നും പറയുന്നില്ല, അതിലേക്കുള്ള സമയം ഇതല്ലാത്തത് കൊണ്ട് ഇനി ഒരുപാട് സംസാരങ്ങളൊക്കെ ഇവിടെ കഴിയാനുള്ളത് കൊണ്ട് ഞാൻ ചുരുക്കുന്നു. അൽഹംദുലില്ലാഹ് നമ്മുടെ ഈ സദസ്സിലേക്ക് നേതൃത്വം വഹിക്കുന്ന ബഹുമാനപ്പെട്ട ഷാഫി നഈമി ജമലുല്ലൈലി തങ്ങൾ ഉപ്പാപ്പ ഹൃദയം നിറഞ്ഞ ആർദ്രമായ സ്വാഗതം ഈ വിധിയിലേക്ക് അർപ്പിച്ചുകൊണ്ട്, അതുപോലെ തന്നെ ഇവിടെ മുഖ്യ പ്രഭാഷണം നടത്താനിരിക്കുന്ന ബഹുമാനപ്പെട്ട
വഹാബ് നഈമി ഉസ്താദ് കൊല്ലം, വളരെ ദൂരത്ത് നിന്ന്, കൊല്ലത്ത് നിന്ന്, ചിലപ്പോൾ ചിലരൊക്കെ പേര് തന്നെ കേട്ടിട്ടുണ്ടാവില്ല, അത്ര ദൂരത്ത് നിന്ന് ഉസ്താദ് രാവിലെ തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട്. അൽഹംദുലില്ലാഹ്, വലിയ സന്തോഷം. നമ്മുടെ ജില്ലയിലേക്ക് ആദ്യമായിട്ടാണ് ഉസ്താദ് വരുന്നത്. ഹൃദയം നിറഞ്ഞ മർഷദിന്റെ ഭാഗമായി നമ്മുടെ ജില്ലയുടെ എല്ലാ സുന്നത്ത് ജമാഅത്തിന്റെ ഭാഗമായും ഉസ്താദിന് ഹൃദയം നിറഞ്ഞ ഹാർദവമായ സ്വാഗതം അർപ്പിച്ചുകൊണ്ട്, അതുപോലെ തന്നെ ഇവിടെ ഉദ്ഘാടനം ചെയ്യാനിരിക്കുന്നത് നമ്മുടെ ധോണിക്കല്ല് മദ്രസയുടെ മക്തബിന്റെ ഹസ്രത്തായ ബഹുമാനപ്പെട്ട ഹസ്രത്ത് ഇവിടെ ഉണ്ട്. ഇൻഷാ അല്ലാഹ് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കും. അതുപോലെ തന്നെ പ്രാസ്താവിക ഭാഷണം ബഹുമാനപ്പെട്ട TMS സൈദലവി സഖാഫി ഉസ്താദ് നടത്തും. അതുപോലെ തന്നെ നമ്മുടെ ആനമൽ ജമാഅത്തിന്റെ പ്രസിഡന്റ് ബഹുമാനപ്പെട്ട ഇബ്രാഹിം ഉസ്താദ് ഇവിടെ ഉണ്ട്. അല്ലാഹു തആല എല്ലാവർക്കും ആഫിയത്ത് ദീർഘായുസ്സ് നൽകുമാറാവട്ടെ. അതുപോലെ തന്നെ ഷറഫുദ്ദീൻ തങ്ങൾ ബാളകത്തെ ഉസ്താദ് അവர்களுണ്ട്. വേദിയിലിരിക്കുന്ന ഒരുപാട് ഉലമാക്കൾ, ഓരോരുത്തരുടെ പേര് പറയാൻ തുടങ്ങിയാൽ ഒരുപാട് നീണ്ടുപോകും. തായിരിക്കുന്ന ഒരുപാട് ഉമറാക്കളുമുണ്ട്. എല്ലാ വന്ന ഉലമാക്കൾക്കും ഉമറാക്കൾക്കും സഹോദരന്മാർ, വളണ്ടിയർമാർ, നമ്മളോട് മർഷിദുമായി സഹായിച്ച് സഹകരിച്ച ഒരുപാട് മുഅ്മിനാത്തുകളുണ്ട്, ഇവിടെയൊക്കെ ഉണ്ട്. എല്ലാവർക്കും സ്വാഗതം അർപ്പിച്ചുകൊണ്ട് ഉദ്ഘാടനത്തിന് വേണ്ടി ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും.